വെച്ചോ നെക്സ്റ്റ് മന്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ തായ്ലൻഡിലേക്ക് ട്രിപ്പ് പോകണം കേട്ടോ. പോവില്ല. ഞാൻ പോവും. പോവില്ല പറഞ്ഞില്ലേ? ഞാൻ പോവുന്ന് പറഞ്ഞില്ലേ? How dare you can go without me? Mind that I won't tolerate such unparliamentary conduct in this house. I'm a woman having dignity and zero tolerance towards apathetic humans like you. നിനക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി വേണമെന്ന് പറഞ്ഞിട്ടല്ലേ സ്പീക്ക് ബോണ്ടിൽ ജോയിൻ ചെയ്തത്. ഇതൊക്കെ കൂടി എന്റെ നെഞ്ചത്തോട്ട് എടുക്കാനാണെന്ന് ഞാൻ അറിഞ്ഞോ? ഞാൻ ഇനി പോകുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളെ വീട്ടിലെ അവസ്ഥ. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. പിന്നെ എൻ്റെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് അത്രയ്ക്ക് യൂസേജ് ഇല്ല. പക്ഷെ ഒരു ക്ലയന്റ് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേഷന്, ഒരു ക്യാമ്പയിനിന് അങ്ങനെ വിളിക്കുമ്പം മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും എന്നെ കോൾ ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് കോൾ എടുത്ത് സംസാരിക്കുമ്പം അവർ ഇംഗ്ലീഷിൽ ഒരു റിപ്ലൈ നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ വരാറില്ല. ഞാൻ ഭയങ്കര ആൻഷ്യസ് ആവാറുണ്ട്, എൻ്റെ കോൺഫിഡൻസ് കുറയാറുണ്ട്. പക്ഷെ സ്പീക്ക് മൗണ്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു കോണ്ടന്റ് എടുത്തപ്പം റീടേക്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. പണ്ടൊക്കെ എനിക്ക് കുറെ തവണ റീടേക്സ് എടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ ക്യാമറേന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ കോൺഷ്യസ് ആവാറുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ എന്റെ സെന്റൻസസ് ബ്രേക്ക് ആയി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് വരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു മെയിൻ റീസൺ ആകെ ഇതേ ഉള്ളൂ. അതായത് 1 hour ഞാൻ ഡെയിലി ഒരു മെന്ററായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ 10 minutes അവരുടെ കോളിംഗ് ആക്ടിവിറ്റി ഉണ്ട്. അതിലെന്താ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവര് ചില ഗെയിംസ് വരും. അതെല്ലാം നമ്മുടെ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ചില വേർഡ്സ് ഒക്കെ തന്നിട്ട് അതിന് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് യൂഷ്വലി അവർ തരാറുള്ള ചില ടാസ്ക്. അത് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ബേസിക് ആണ്. പക്ഷെ അത് എൻ്റെ ലൈഫിൽ ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ആണ് തന്നിട്ടുള്ളത്.